ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ഹത്താ യമറ റജുലു ബിൽ മസ്ജിദ്, പള്ളിയുടെ ഓരത്തുകൂടി ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുന്നത് വരെ ലാ യുസല്ലി ഫീഹി റകഅതൈൻ, ആ പള്ളിയിൽ കയറി 2 റകഅത്ത് നമസ്കരിക്കുകയേ ഇല്ല. നബിന റസൂലുള്ളാഹി പള്ളിയുടെ പരിസരത്ത് കൂടെ നമ്മുടെ പുരയിൽ വീട്ടിലേക്ക് പോകും. നമ്മുടെ വീട് പള്ളിയുടെ ഖബറിന്റെ ശ്മശാനത്തിന്റെ മയ്യത്തടക്കുന്ന സ്ഥലത്തിന്റെ അപ്പുറത്താണ് നമ്മുടെ വീട്. പെട്ടെന്ന് വണ്ടിയിൽ വന്ന് ഹൈവേയിൽ ഇറങ്ങിയിട്ട് നമുക്ക് പള്ളിയുടെ ഖബറിന്റെ മയ്യത്തടക്കുന്ന സ്ഥലം വഴി കടന്നാൽ അപ്പുറത്ത് കടക്കാൻ കഴിയും. ആ പള്ളിയുടെ ഫ്രണ്ടിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ മഗ്രിബ് നമസ്കാരം നടക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇശാ നമസ്കാരം നടക്കുകയായിരിക്കും. ലാ യുസല്ലി ഫീഹി റകഅതൈൻ, ആ പള്ളിയിൽ കയറി 2 റകഅത്ത് നമസ്കരിക്കുകയില്ല. അവൻ പള്ളിയുടെ സൈഡിലൂടെ നടന്നു പോകും. ആ മസ്ജിദിൽ നമസ്കാരം നടന്നാൽ പോലും ആ ചെറുപ്പക്കാരൻ ആ പള്ളിയിൽ കയറി നമസ്കരിക്കാത്ത ഒരു കാലഘട്ടം സ്വഹാബത്തെ നിങ്ങൾ കണ്ടാൽ ഖിയാമത്തിന്റെ അടയാളമാണ്, ഖിയാമത്തെ പ്രതീക്ഷിക്കലാണ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളികൾക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പള്ളിക്ക് വല്ല പഞ്ഞുണ്ടോ? പള്ളികൾക്കൊരു പഞ്ഞമില്ല. പള്ളികൾ വഴികളോറും പള്ളികളാണെന്ന് അങ്ങനെ ഉണ്ടാവുമെന്ന് നബി തങ്ങൾ പറഞ്ഞു. മസ്ജിദുകൾ അധികരിക്കും, മസ്ജിദുകൾ അധികരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ വഴിയോരങ്ങളിൽ പള്ളികൾ അമിതമാകും, അധികമാകും. ഇഷ്ടംപോലെ പള്ളികൾ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, ഇദാ സഖറഫ്തും മസാജിദകും വഹല്ലൈതും മസാഹിഫകും ഫദ്ദിമാറു അലൈക്കും. പള്ളികളെ മോടി പിടിപ്പിക്കുകയും മുസ്ഹഫുകളെല്ലാം ആലങ്കാരികമായ ശൈലിയിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായം കണ്ടാൽ ഫദ്ദിമാറു അലൈക്കും, നിങ്ങൾ രക്തച്ചൊരിച്ചിൽ പ്രതീക്ഷിച്ചു കൊള്ളണേ സഹാബത്തെ. പള്ളികൾക്ക് വേണ്ടി നടി ഉണ്ടാവുമല്ലേ, പള്ളികളുടെ വരുമാനത്തിന് വേണ്ടി അടി ഉണ്ടാവുമല്ലേ, അതൊക്കെ തന്നെയാണ് എന്റെ അർത്ഥം. പള്ളികൾക്ക് വേണ്ടി പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി അടി ഉണ്ടാവുകയാണ്. ഇത് നമ്മുടെ എ ഗ്രൂപ്പിന്റെ പള്ളി, ബി ഗ്രൂപ്പിന്റെ പള്ളി. പള്ളി ചാവിട്ട് പൂട്ടുക, നിസ്കരിക്കാൻ വരാൻ സമ്മതിക്കൂല, നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല. എത്ര പള്ളി? അല്ലാഹുവിന്റെ പള്ളിയല്ലേ. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവിന്റെ ഭവനം, അത് അവനെ അല്ലാതെ മറ്റാരെ ആരാധിക്കാൻ പാടില്ല. അവനെ ആരാധിക്കാൻ വേണ്ടി പള്ളികൾ തുറക്കുന്നില്ലല്ലോ, ബാങ്ക് വിളിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. ആരാ സമ്മതിക്കാത്തത്? ആ മുസ്ലിങ്ങളല്ല, മുസ്ലിമീങ്ങൾ. പള്ളി പൂട്ടിയിടുകയാണ്, ഭയങ്കരമായ പൂട്ടുകൊണ്ട് പൂട്ടിയിടുകയാണ് പള്ളികൾ. പരിശുദ്ധ ഹബീബ് പറഞ്ഞ വാക്കാണ്, എന്റെ വാക്കല്ല. ഇദാ സഖറഫ്തും മസാജിദകും, നിങ്ങളുടെ പള്ളികൾ നിങ്ങൾ മോടി പിടിപ്പിക്കുകയാണ്. മാ ഉമിർതു ബിതശീദിൽ മസാജിദ്, പള്ളികൾ ആലങ്കാരികമായ നിലയിൽ അടിച്ചു പൊളിച്ചു പണിയുവാൻ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടില്ല. പള്ളി കൊണ്ട് ഫഖ്റടിക്കാണ്. നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ഹത്താ യതബാഹന്നാസു ബിൽ മസാജിദ്, പള്ളികൾ കൊണ്ട് ജനങ്ങൾ പ്രൗഢി നടിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. മസ്ജിദ് കൊണ്ട് പ്രൗഢി നടിക്കും. ഞങ്ങളുടെ പള്ളി 5 കോടിയുടെ പള്ളി. ഓ, ഞങ്ങൾ നേരിട്ട് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന മാർബിളാണ്, നിങ്ങളൊക്കെ എവിടുന്ന് വാങ്ങിയതല്ലേ? ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവന്നാണ്. ഇവിടുന്ന് ഞങ്ങളുടെ 9 മിനാരാണ്. ഞങ്ങളുടെ തെൽക്കാശത്തും കാമില 10 ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്നറായത്തോ അഹദാശ്ര കോക്കുവ, ഞങ്ങള് സൂസുരവി കണ്ട പോലെ 11 മിനാര ഞങ്ങളുടെ പള്ളിക്കുള്ളത്. ഇന്ന ഇന്നത്തെ സൂര്യ എന്താ ഇതിനാശ്രയ അല്ല ഖുർആനിൽ 12 മാസം ഉണ്ടെന്ന് പറഞ്ഞൊരു വർഷം. അതുകൊണ്ട് 12 മിനാരുള്ള പള്ളിയാണ് ഞങ്ങളുടെ പള്ളി. അങ്ങനെ എല്ലാം ഖുർആനകത്തുള്ള കളിയാ, എല്ലാം ഖുർആൻ കൊണ്ടുള്ള കളി തന്നെയാണ്, അല്ലാത്ത കളിയില്ലല്ലോ ഇവിടെ. ആര് എന്ത് ചീത്ത വിളിച്ചാലും ഖുർആൻ തന്നെ, കള്ളം പറഞ്ഞാലും ഖുർആൻ, പള്ളു പറഞ്ഞാലും ഖുർആൻ, കള്ളു പറഞ്ഞാലും ഖുർആൻ, എല്ലാം ഖുർആൻ. ഒട്ടക ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഇലക്ഷന്റെ സമയം ഒട്ടക ചിഹ്നത്തിൽ നിങ്ങൾ വോട്ട് ചെയ്യണം. അന്ന് തന്നെ പറഞ്ഞില്ല ഒട്ടകത്തെ എന്തിനാ സൃഷ്ടിച്ചേ, കണ്ടില്ലേ? ഒട്ടകത്തെ ചിഹ്നം എല്ലാം കൊണ്ട് കളിയാണ് ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ ഉപയോഗിക്കാതെ അതിങ്ങനെ സൂക്ഷിച്ച് ഷോക്കേസിൽ കാണാൻ ഒരു കാഴ്ച വസ്തു പോലെ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം
ഖുർആനിന്റെ എക്സിബിഷൻ, ഖുർആന്റെ എക്സിബിഷനൊക്കെ അല്ലേ നമ്മുടെ കാലഘട്ടത്തിൽ, ഇതൊക്കെ കണ്ടില്ലേ, കാണല്ലോ. ചെറിയ ഖുർആൻ, ഇത് ഭൂതക്കണ്ണാടി വേണം, ഇത് വലിയ ഖുർആൻ, ലോകത്ത് ഏറ്റവും വലിയ ഖുർആൻ. മനുഷ്യൻ ഇതുകൊണ്ടൊന്നും ഫഖറടിക്കാണ്. ഖുർആൻ എന്തിനുള്ളതാണ്? ഇങ്ങനെ പ്രദർശിപ്പിക്കാനുള്ളതല്ലല്ലോ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ളതാണ്. ഇത് ചെറിയ ഖുർആൻ, ഇത് അവിടുത്തെ ഖുർആൻ, ഇത് ഒമാനിലെ ഖുർആൻ, ഇത് അവിടുന്ന് ഇന്ന രാജാവ് എഴുതിയത്, ഇത് ഇയാൾ എഴുതിയത്, അത് അങ്ങേന്റെ കൈ കൊണ്ട് എഴുതിയത്. ആരെഴുതിയാലും അള്ളാന്റെ അല്ലേ കലാമ്, അതിനപ്പുറത്തൊരു കലാമൊന്നും ഇല്ലല്ലോ. അള്ളാഹുന്റെ അല്ലേ കലാം, പടച്ചവന്റെ അല്ലേ കലാം. അത് അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ തെളിവല്ലേ. അള്ളാന്റെ കലാമാകുമ്പോ പിന്നെ നമുക്ക് പിന്നെ സംശയമൊന്നുമില്ലല്ലോ. പക്ഷെ പരിശുദ്ധമായ ഖുർആൻ എന്ന് പാരായണം ചെയ്യപ്പെടാതെ അതെല്ലാം കൊണ്ട് കണ്ണാടിപ്പെട്ടിക്ക തലമാരിയിൽ സൂക്ഷിച്ചിട്ട് ജനങ്ങളെ ക്യൂ നിന്ന് പാസ് എടുത്തിട്ട് ജനങ്ങൾ വന്നത് കണ്ട് രസിക്കുകയാണ് ഖുർആൻ. ഇത് കണ്ടോ, എത്ര വലിയ ലോകത്തെ ഏറ്റവും വലിയ ഖുർആൻ, ഏറ്റവും വലിയ ഖുർആൻ. ബഹ്റൈനില് ഏറ്റവും വലിയ ഖുർആനിന്റെ ഭയങ്കരമായൊരു മ്യൂസിയം, ലോകത്തെ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും സ്വർണ്ണ ലിപിയിലുള്ള ഖുർആൻ അടക്കം പണ്ടുള്ള കാലഘട്ടത്തിൽ എല്ലാം അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം കണ്ട് നമ്മൾ ഫോട്ടോ എടുത്ത് ആസ്വദിക്കല്ലാതെ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതാറില്ലല്ലോ. അതൊക്കെ നല്ല അലങ്കരിച്ച് നമ്മൾ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കാൻ. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ ഫത്തിമാറു നിങ്ങൾ രക്തച്ചൊരിച്ചിലിനെ പ്രതീക്ഷിക്കണമേ. മറ്റൊരു ഹദീസിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യഖൂലുൽ മസ്ജിദു വൽ മുസ്ഹഫ്, നാളെ ഖിയാമത്ത് നാളിൽ ജാഅ യൗമൽ ഖിയാമത്തി അൽ മസ്ജിദു വൽ മുസ്ഹഫ്, യജിഉ യൗമൽ ഖിയാമത്തി അൽ മസ്ജിദു വൽ മുസ്ഹഫ് ഔ കമാ ഖാല റസൂലുള്ളാഹി. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ കോടതിയിൽ പരാതിയുമായിട്ട് മസ്ജിദ് കടന്നു വരും, മുസ്ഹഫ് കടന്നു വരുമെന്ന് ഔ കമാ ഖാല ഹബീബായ റസൂലുള്ളാഹി. മസ്ജിദും ഖുർആനും നാളെ പരാതി പറയാൻ അള്ളാന്റെ കോടതിയിൽ വരും പോലും നാളെ. യഖൂലുൽ മസ്ജിദു, മസ്ജിദ് പറയുകയാണ്, യാ റബ്ബി പടച്ചവനേ, ഖറബൂനി വഅത്തലൂനി വളയ്യഊനി, എന്നെ ഖറാബാക്കി കളഞ്ഞു അല്ലാ, എന്നെ പൂട്ടിക്കളഞ്ഞു അല്ലാ, താഴിട്ട് പൂട്ടിക്കളഞ്ഞു അല്ലാ, എന്നെ മലീമസപ്പെടുത്തി കളഞ്ഞു റബ്ബേ. പള്ളി നാളെ പറയും, പള്ളികളൊക്കെ പൂട്ടിയിടോ, പള്ളികളൊക്കെ ഗ്രൂപ്പിന്റെ പേരിൽ പ്രശ്നത്തിന്റെ പേരിലൊക്കെ അടച്ചിട്, നിസ്കരിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കണ്ട. നാളെ ഈ പള്ളികളൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് സമാധാനം മറുപടി പറയാൻ പ്രശ്നങ്ങളിൽ ആവലാതിപ്പെടുകയാണ്. ഖറബൂനി, എന്നെ ഖറാബാക്കി അല്ലാഹ്, വഅത്തലൂനി, എന്നെ നശിപ്പിച്ചു അല്ലാഹ്, വളയ്യഊനി, എന്നെ പാഴാക്കി അല്ലാഹ്. ഉടനെ യഖൂലുല്ലാഹു തബാരക വതആല, പടച്ചവൻ പറയുന്ന മറുപടി, അവരെ എന്നിലേക്ക് വിടേണമേ, ഞാൻ അവരെ കൈകരിച്ചതാണ്. അപ്പ പള്ളി കമ്മിറ്റിക്കാരെല്ലാം വരും, എല്ലാരും വരേണ്ടി വരും, എല്ലായിടത്തിനും പൊക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹ് പള്ളി കമ്മിറ്റിയിൽ നിന്ന് കയറാൻ പറ്റിയ പള്ളി കമ്മിറ്റിയിലുണ്ടോ? അല്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കേറാൻ പറ്റാൻ എന്തെല്ലാം പണികൾ നമ്മൾ ചെയ്യുന്നറിയോ? പള്ളിയുടെ കക്കൂസ് മോശമായിട്ട് കിടക്കാൻ, കക്കൂസിന്റെ ഡോറിന്റെ കൊളുത്തു പോയിട്ട് 9 മാസമായി. 9 മാസമായി ഡോറിന്റെ കൊളുത്തു പോയിട്ട്. ഒരു കയറ് കെട്ടിയിട്ടിരിക്കുകയാണ് ആ കതവില്. നമ്മള് ഇറക്കുമതി ചെയ്യുമ്പോ ഇങ്ങനെ പിടിച്ചോണ്ട് വേണം ഇറക്കുമതി ചെയ്യാൻ. അതെങ്ങാനും വിട്ടുപോയാൽ നമ്മുടെ ഇറക്കുമതി എല്ലാം ബ്ലോപ്പായി പോയി സംഭവം. പിന്നെ നമ്മുടെ പള്ളിയിലെ കമ്മിറ്റിക്കാരുടെ വീടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങുന്ന കക്കൂസല്ല, കയറി ഇരുന്ന് ഇങ്ങനെ കറങ്ങി സാധിക്കാം. മസാജ് ചെയ്യുന്ന കക്കൂസുകളാണ്. 60,000 70,000 രൂപ ക്ലോസറ്റിന് കയറി ഇരുന്നെടുത്താൽ മതി, ഇങ്ങനെ മസാജ് ചെയ്യും, നല്ല മസാജ് ചെയ്യും. പേപ്പറുമായിട്ടല്ല കയറുന്നത്, കക്കൂസി കയറുന്നത് പേപ്പറുമായിട്ടാണ്. സമയമില്ലല്ലോ അങ്ങനെ കാലൊക്കെ ഇങ്ങനെ കവച്ച് വെച്ചോണ്ട് ഇങ്ങനെ വായിച്ചോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കൂടെ പെണ്ണുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്താല് റാഹത്തായിട്ട് അതിനകത്ത് തന്നെ ഇരുന്ന് തിന്നാം, ഏറ്റവും നല്ല കാര്യമാണ്. കക്കൂസിന് വേണ്ടി മനുഷ്യൻ ചെലവാക്കുന്നത് 6 ലക്ഷം 7 ലക്ഷം റുപ്യ ഇല്ലേ? വെറുതെ ഒന്നുമല്ല. കക്കൂസിന് മനുഷ്യൻ ചെലവാക്കുന്ന 7 ലക്ഷം റുപ്യ 8 ലക്ഷം റുപ്യ. പാവപ്പെട്ടവനൊരു വീട് വെക്കാം, ഇവൻ തൂറാൻ ചെലവാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പാവപ്പെട്ടവന് കിടക്കാനുള്ളൊരു വീടുണ്ടാക്കാം. 7 ലക്ഷം 8 ലക്ഷം രൂപ കക്കൂസ്. 60,000 70,000 1 ലക്ഷം 1.5 ലക്ഷം റുപ്യ ക്ലോസറ്റിന്റെ വില. നാലോചിക്കി ഈ നെജീസ് ഒന്ന് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. പണ്ട് ഉമ്മമൊക്കെ നമ്മുടെയൊക്കെ സാധനം എടുത്തോണ്ട് പോകുന്നത് ന്യൂസ് പേപ്പറിലായിരുന്നു. 50 പൈസ വിലയുള്ള ന്യൂസ് പേപ്പറിനകത്താണ് നമ്മുടെ സാധനം. പക്ഷെ ഇപ്പൊ ആ സാധനത്തിന്റെ ഒക്കെ വിലയെ 1 ലക്ഷം രൂപയുടെ പാത്രത്തിനകത്തോടെ സഹായിച്ചു കൊടുക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടമാണ്. ഇപ്പൊ നമ്മുടെ മഹല്ലുകളിലത്തെ കക്കൂസുകൾ
മഹല്ലുകളിലത്തെ മൂത്രപ്പുരകൾ, മഹല്ലുകളിലത്തെ ഇസ്തിൻജാ ഖാന ഇതെല്ലാം വൃത്തിയാക്കണം നല്ലപോലെ. അതൊക്കെ ജമാഅത്തിന്റെ ഭാരവാഹികളുടെ ഉത്തരവാദിത്തമാണ്. അതൊക്കെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നാളെ ഇവരെയൊക്കെ വിളിച്ചോണ്ട് നിർത്തുക, ഓരോരോ കമ്മിറ്റിക്കാരെ ക്യൂ നിർത്തുക. അതാണ് മസ്ജിദ് അള്ളാന്റെ മുന്നിൽ പരാതിപ്പെടുന്നത്. റബ്ബേ, ഞാൻ ഒന്നാമത്തെ സഫിൽ ലൈറ്റായിരുന്നു, അത് അണഞ്ഞിട്ട് 13 വർഷമായി, ഒരു ലൈറ്റ് ഇടാൻ ഒരു കമ്മിറ്റിക്കാരൻ പോലും തയ്യാറായില്ല. ഉടച്ചവനെ ഫാൻ കറങ്ങാതായിട്ട് എത്ര ദിവസമായി, ഒരാൾ പോലും തയ്യാറായിട്ടില്ല. അല്ലാ പൊക്കും, മൊത്തം പൊക്കും. രണ്ടാമത്തെ നില പൊടി പിടിച്ച് ചെലന്തി വല പിടിച്ച് കിടന്നിട്ട് അതൊന്ന് വൃത്തിയാക്കാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു. അല്ലാ പള്ളി പറയും, നമ്മളാരും പറയണ്ട, പള്ളിയിലെ ഹത്യ പറഞ്ഞ ഹത്യവനെ അപ്പഴെ പിരിച്ചുവിടും. ഇയാളുടെ ജോലിയൊക്കെ നിസ്കരിച്ചാൽ മതി, ഇവിടെ ചെലന്തി വല അടിക്കണം, അഴുക്ക് മാറ്റണം എന്നൊക്കെ ഉള്ളവരെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ നിസ്കരിക്കുക, നിങ്ങളെ പാട്ടിന് പോവാം. ശരിയാണ്. ഉലമാക്കളുടെ വാക്കുകൾ സ്വീകരിക്കാത്ത ഒരു കാലഘട്ടം വരും, അത് അന്ത്യനാളിന്റെ അടയാളമാണ്. ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന്റെ മേൽ സംജാതമാകും. ലാ യുത്തബഉ ഫീഹിൽ ആലിമു വലാ യുസ്തഹയാ ഫീഹി മിനൽ ഹലീം വലാ യുവഖറൂനൽ കബീർ വലാ യുർഹമൂന സഗീർ വലാ യഅരിഫൂന മഅറൂഫാ വലാ യുൻകിറൂന മുൻകറാ യഖ്തുലു ബഅദുഹും ബഅദൻ അലാ ദുനിയാ ഉലൈക ശറാറു ഖൽഖില്ലാ فعليه لعنة الله يا سلمان أو كما قال رسول الله. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉഗ്ര പ്രഭാഷണം അന്ത്യനാളിനെ കുറിച്ച് നടത്തുകയാണ്. ഹബീബായ തങ്ങളെ പറയുകയാണ്, സൽമാൻ, സൽമാൻ, ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന്റെ മേൽ സംജാതമാകും. സൽമാൻ, ലാ യുത്തബഉ ഫീഹിൽ ആലിമു, അന്ന് ഉലമാക്കളെ പിൻപറ്റപ്പെടുകയില്ല. സൽമാൻ, അന്ന് ഉലമാക്കളുടെ വാക്കുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. സൽമാൻ.